രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയർ ആണ് ഡിസ്കസ് ചെയ്തത്. ഓഡിറ്റ് പ്രൊസീജിയർ കൂടാതെ ഇതിൽ വരുന്നത് ഓഡിറ്റ് നോട്ട് ബുക്ക്, അതായത് ഓഡിറ്റ് മെമ്മറാണ്ടം, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് നോട്ട് ബുക്ക്, തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, കണ്ടൻസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഓഡിറ്റ് ഫയൽ, ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഫയൽ, പെർമനന്റ് ഫയൽ, കറണ്ട് ഫയൽ, ദെൻ ഓഡിറ്റ് പ്രോഗ്രാം, പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. ഇത്രയാണ് ഈ മൊഡ്യൂൾ വരുന്ന കാര്യങ്ങളുള്ളത്. നമ്മൾ ഓഡിറ്റ് പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്കുള്ളത് ഓഡിറ്റ് നോട്ട് ബുക്കിനെ കുറിച്ചാണ്. ഓഡിറ്റ് മെമ്മറാണ്ടം. എന്താണ് ഓഡിറ്റ് നോട്ട് ബുക്ക്, എന്താണ് ഓഡിറ്റ് മെമ്മറാണ്ടം ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ഓഡിറ്റ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മറാണ്ടം? എന്താണ് ഒരു ഓഡിറ്റ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മറാണ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത് പറയുന്നത് ഓഡിറ്റ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മറാണ്ടം ഈസ് ദ ബുക്ക് കെപ്റ്റ് ബൈ ദി ഓഡിറ്റ് ക്ലർക്ക്. ഇത് ഓഡിറ്റ് ക്ലർക്കുമാർ കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത് ഓഡിറ്റ് ക്ലർക്ക് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ബുക്കായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഓഡിറ്റ് ക്ലർക്ക് രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റൈൻഡ് ബൈ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എ രജിസ്റ്റർ, ഒരു രജിസ്റ്ററോ അല്ലെങ്കിൽ ഡയറിയോ ആണ് മെയിൻറ്റൈൻ ബൈ ദി ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് അല്ലെങ്കിൽ ഡയറിയാണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ഓഡിറ്റ് നോട്ട് ബുക്ക് കയറി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ക്ലർക്കിന് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു രജിസ്റ്ററാണ്, ഒരു ഡയറിയാണ് എന്നാണ് പറയുന്നത്. Then for every firm, ഏതൊക്കെ ഫേമിലാണോ ഓഡിറ്റ് ചെയ്യുന്നത് അതിനൊക്കെ തന്നെയും സെപ്പറേറ്റ് ഓഡിറ്റ് നോട്ട് ബുക്ക് ഉണ്ടാക്കി വെക്കണം എന്നത് നിർബന്ധമാണ്. ഏത് സ്ഥാപനത്തിന്റെയും ഓഡിറ്റിന് പ്രത്യേകം ഓഡിറ്റ് നോട്ട് ബുക്കാണ് കീപ്പ് ചെയ്യേണ്ടത്. അതായത് ഒരു സ്ഥാപനത്തിൽ ഉപയോഗിച്ച നോട്ട് ബുക്ക് മറ്റൊരു സ്ഥാപനത്തിന് സെപ്പറേറ്റ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ തന്നെ അദ്ദേഹം നോട്ട് ഡൗൺ ചെയ്യും, കുറിച്ചു വെക്കും. മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറിച്ചു വെക്കുക, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ്, എന്തൊക്കെ ന്യൂ പോയിന്റ്സ് വിച്ച് he has to discuss with the senior officer or the auditor. ഓഡിറ്റർ ആയിട്ട് അല്ലെങ്കിൽ സീനിയർ ഓഫീസർ ആയിട്ട് ഇയാള് ഓഡിറ്റിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്തൊക്കെയാന്നുള്ളത് അതിൽ കുറിച്ച് വെക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓഡിറ്റർ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യും, സീനിയർ ഓഫീസറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറിച്ച് വെക്കാനുള്ള ഒരു ഉപാധിയാണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്നുള്ളത്. ഓക്കെ, അത് ഓഡിറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഓഡിറ്റ് നോട്ട് ബുക്കിൽ ഉണ്ടാവും. ഓഡിറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു സീനിയർ ഓഫീസർ ആയിരിക്കാം. ഓഡിറ്റ് ക്ലർക്ക് റെക്കോർഡ്സ് ഹിസ് ക്വറീസ്. എന്തൊക്കെ ഓഡിറ്റ് ക്ലർക്ക് റെക്കോർഡ് ചെയ്യും ഓഡിറ്റ് നോട്ട് ബുക്കിൽ? അദ്ദേഹത്തിന് ക്വറീസ് റെക്കോർഡ് ചെയ്യും. ഇതൊക്കെ ക്വറീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചൊരു സംശയം ഉണ്ടാവാം,
എന്താണോ ഒരു ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണോ എന്നുള്ളത്, എന്താണ് ഇത് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, എന്തുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ എന്നുള്ള ക്വറീസ്, അങ്ങനെ ഡൗട്ട് ഉണ്ടാകുമ്പോൾ ക്വറീസ് എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു. റിട്ടേൺ വന്നതാ, അല്ലെങ്കിൽ ഒരു ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്ത ഡെറ്റിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനെ കുറിച്ചൊരു സംശയം ഉണ്ട്. ആ സംശയം ഒരു query ആയിട്ട് രേഖപ്പെടുത്തി വെക്കാം. അങ്ങനെ queries രേഖപ്പെടുത്തി വെക്കാം. എക്സ്പ്ലനേഷൻ, അതിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ നൽകേണ്ടതുണ്ടെങ്കിൽ അത്, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ഓഡിറ്റിങ്ങിന് തുടർച്ചയായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്, ഇൻവെസ്റ്റിഗേഷൻ വേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അത്, ഇൻവെസ്റ്റിഗേഷൻ വേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അത്, പോയിന്റ്സ് വിച്ച് റിക്വയർ ഫർദർ ക്ലാരിഫിക്കേഷൻ, ഫർദർ ക്ലാരിഫിക്കേഷൻ വേണ്ട പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത്, then അതിന് ലഭിച്ചിട്ടുള്ള അതിന് നടത്തിയിട്ടുള്ള, അതിനു വേണ്ടി എൻക്വയറീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, അതിന്റെ റിപ്ലൈസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇതൊക്കെ ഫയൽ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ബുക്കായി സൂക്ഷിച്ചു വെക്കുന്നതാണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത് ഓഡിറ്റ് ക്ലർക്ക് റെക്കോർഡീസ് ക്വറീസ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പോയിന്റ്സ് വിച്ച് റിക്വയർ ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്, ഇതൊക്കെ ഓഡിറ്റ് നോട്ട് ബുക്കിലാണ്. ഈ ഓഡിറ്റ് നോട്ട് ബുക്കിന് നമ്മൾ എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്, ഓഡിറ്റ് മെമ്മറാണ്ടോ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഓഡിറ്റ് നോട്ട് ബുക്കിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഓഡിറ്റ് നോട്ട് ബുക്ക് ഒരു പെർമനന്റ് റെക്കോർഡാണ്, ആണ് ഇതിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. ഓഡിറ്റ് നോട്ട് ബുക്ക് kept as a permanent record. അത് മാത്രമല്ല, മെയിൻറ്റെയിൻ ഫോർ ഈച്ച് കൺസേൺ, സെപ്പറേറ്റ് ഓഡിറ്റ് നോട്ട് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് കൺസേൺ. ഓരോ സ്ഥാപനത്തിലും പ്രത്യേകം ഓഡിറ്റ് നോട്ട് ബുക്കാണ് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഓരോ സ്ഥാപനത്തിനും പ്രത്യേകമായിട്ടുള്ള ഓഡിറ്റ് നോട്ട് ബുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം അതെന്താണ്, ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. എല്ലാ സ്ഥാപനങ്ങളുടെയും ഓഡിറ്റിനെ, ഓരോ സ്ഥാപനത്തിന്റെ ഓഡിറ്റിനെ വേറെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനത്തിനും പ്രത്യേകം ഓഡിറ്റ് നോട്ട് ബുക്ക് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കെപ്റ്റ് പെർമനന്റ് റെക്കോർഡായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കെപ്റ്റ് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. Then മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ഇൻ ഹിസ് സബ്സിക്വന്റ് ഓഡിറ്റ്. ഈ ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ത് സഹായിക്കുന്നു, ഇയാളുടെ സബ്സിക്വന്റ് പിന്നീട് നടക്കുന്ന ഓഡിറ്റിന് കൂടി എന്ത് ചെയ്യുന്നത്, സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ഇൻ ഹിസ് സബ്സിക്വന്റ് ഓഡിറ്റ്. ഇയാൾ സബ്സിക്വന്റ് ഓഡിറ്റിന് കൂടി എന്ത് ചെയ്യുന്നു, ഇത് സഹായകരമാകുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ടു ദി അതർ ഓഡിറ്റ് ക്ലർക്ക്. മറ്റുള്ള ഓഡിറ്റ് ക്ലർക്കിന് ഇതൊരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓഡിറ്റ് നോട്ട് ബുക്ക് ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവർക്കുണ്ടാകുന്ന ക്വറീസ്, അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഒക്കെ മറുപടി കൊടുക്കാൻ ഈ ഓഡിറ്റ് നോട്ട് ബുക്ക് കൊണ്ട് കഴിയും. ചില കേസുകൾ ഏതെങ്കിലും ബന്ധപ്പെട്ട പരസ്പരം കൈമാറേണ്ട, പരസ്പരം ഒരു ഓഡിറ്റ് ക്ലർക്ക് മറ്റൊരു ഓഡിറ്റ് ക്ലർക്ക് കൂടി നോക്കേണ്ട ഒരു ഭാഗം വരികയാണെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യേണ്ടി വരില്ല, റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരില്ല. അത് ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഇയാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ ഓഡിറ്റ് ക്ലർക്കിന് ഈ ഓഡിറ്റ് നോട്ട് ബുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓഡിറ്റ് നോട്ട് ബുക്ക് നോക്കിക്കൊണ്ട്
എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഓഡിറ്റ് വർക്ക് കൂടി പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരാളുടെ ഭാഗം ഒരു വർക്ക് നടത്തുന്നതിന് ഈ ഓഡിറ്റ് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓഡിറ്റ് നോട്ട് ബുക്കും ഒരു ഗൈഡായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയും. Then next, documentary evidence. ഇതൊരു documentary evidence ആണ്. Audit notebook is a documentary evidence in favor of the auditor. ഓഡിറ്റർക്ക് വേണ്ടിയിട്ട്, ഓഡിറ്റർക്ക് അഗേൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വരുന്നൊരു പ്രശ്നം വന്നാൽ അവിടെ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ടാണ് അവിടെ ഓഡിറ്റ് നോട്ട് ബുക്ക് നിലകൊള്ളുന്നത്. ഓഡിറ്റ് നോട്ട് ബുക്ക് ഇവരുടെ ഉത്തരവാദിത്വത്തിന് ലൂസ് സൂട്ടിന്റെ കേസിലൊക്കെ നെഗ്ലിജൻസ് ഓഫ് ഓഡിറ്റർ ഉണ്ടാകുന്ന കേസ് വന്നാൽ, അങ്ങനെ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഓഡിറ്റ് നോട്ട് ബുക്ക് പ്രൂവ് ടു ബി ഗ്രേറ്റ് വാല്യൂ. ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ത് ചെയ്യും, ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് നിലകൊള്ളും. അങ്ങനെ ഓഡിറ്റ് നോട്ട് ബുക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അയാളെ സംരക്ഷിക്കുന്നത്. ഓഡിറ്റ് നോട്ട് ബുക്ക് അയാൾ സംരക്ഷിക്കുന്നതാണ് നമുക്ക് ഈ ഡോക്യുമെന്ററി എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും സക്സസ്ഫുള്ളി ബൈ പ്രൊഡ്യൂസിങ് ഈസ് വെൽ മെയിൻറ്റൈൻഡ് ഓഡിറ്റ് നോട്ട് ബുക്ക് ആസ് എ ഡോക്യുമെന്ററി എവിഡൻസ്. ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും തരത്തിലുള്ള നെഗ്ലിജൻസ് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നെഗ്ലിജൻസ് ആരോപണങ്ങളെ തടുത്തു നിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഡിഫെൻഡ് ഹിംസെൽഫ് സക്സസ്ഫുള്ളി ബൈ പ്രൊഡ്യൂസിങ് ഹിസ് വെൽ മെയിൻറ്റൈൻഡ് ഓഡിറ്റ് നോട്ട് ബുക്ക് ആസ് എ ഡോക്യുമെന്ററി എവിഡൻസ്. ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയിക്കൊണ്ട് ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഓഡിറ്റ് നോട്ട് ബുക്ക് defend himself successfully by producing his well-maintained audit notebook as a documentary evidence. ഒരു documentary evidence ആയിട്ട് ഒരു well-maintained audit notebook documentary evidence കൊടുത്തുകൊണ്ട് എന്തും ഇതിന് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഓഡിറ്റ് നോട്ട്ബുക്കിനുള്ളത്? ഓഡിറ്റ് നോട്ട്ബുക്കിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്തൊക്കെ പ്രയോജനമാണ് ഒരു ഓഡിറ്റിങ്ങിന് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്? ഓഡിറ്റ് നോട്ട്ബുക്ക് enables the auditor to record all important points which arise during the course of audit. കോഴ്സ് ഓഫ് ഓഡിറ്റിന് സമയത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓഡിറ്റ് നോട്ട്ബുക്ക് കൊണ്ട് കഴിയുന്നു. അത് ക്വറീസ് ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ, ഇൻവെസ്റ്റിഗേഷൻസ് ആയിക്കോട്ടെ, എന്തൊക്കെ തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ്, ന്യൂ പോയിന്റ്സ് എന്തൊക്കെ, അതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ. ഇങ്ങനെ എൻക്വയറീസ് നേടിയിട്ടുണ്ടെങ്കിൽ അത്, എന്തെങ്കിലും റിപ്ലൈസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ എന്താണ് കഴിയുന്നതാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ദെൻ മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ് ആക്ട് ആസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ ഫേവർ ഓഫ് ഓഡിറ്റർ ഇൻ ഫ്യൂച്ചർ. ഇത് ഓഡിറ്ററെ നെഗ്ലിജൻസ് പോലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ ആ നെഗ്ലിജൻസ് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓഡിറ്റ് നോട്ട്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അത് ഓഡിറ്റ് നോട്ട്ബുക്ക് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. ആ എവിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ആരോപണങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ഓഡിറ്റർക്ക് സാധിക്കും. അതുകൊണ്ട് ഇതൊരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഓഡിറ്റർക്ക് ഫ്യൂച്ചറിലുള്ള. ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഓഡിറ്റർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ഓഡിറ്റ് നോട്ട്ബുക്ക് സഹായിക്കുന്നു. ഓഡിറ്റർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യലാണ് ഓഡിറ്റർ ഏറ്റവും വലിയ ചുമതല. ആ ചുമതല നിർവഹിക്കാൻ ഓഡിറ്റ് നോട്ട്ബുക്ക് കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. Then it can be a guide for audit clerk during subsequent audit. ഇത് ഓഡിറ്റ് ക്ലർക്കുകൾക്ക് സബ്സിക്വന്റ് ആയിട്ടുള്ള ഓഡിറ്റിന് ഒരു ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നു. ഒരിക്കൽ ഉണ്ടാക്കിയ ഓഡിറ്റ് നോട്ട്ബുക്ക് അടുത്തൊരു ഓഡിറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. It is a tool to measure the efficiency of audit staff. ഇത് ഓഡിറ്റ് സ്റ്റാഫിന്റെ എഫിഷ്യൻസിനെ മെഷർ ചെയ്യാൻ കൂടി സഹായിക്കുന്നു.
ഇത് ഓഡിറ്റ് സ്റ്റാഫിന്റെ എഫിഷ്യൻസി കൂടി അളക്കാനുള്ള ഒരു മെഷർമെന്റ് ആയിട്ട് ടൂളായിട്ട് ഓഡിറ്റ് നോട്ട്ബുക്ക് മാറുന്നു. ഓഡിറ്റ് മെഷർമെന്റ് ടൂളായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓഡിറ്റ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു, ഡോക്യുമെന്ററി എവിഡൻസ് ആവുന്നു, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു, ഓഡിറ്റ് ക്ലർക്കിന് സബ്സിക്വന്റ് ഓഡിറ്റിന് സഹായിക്കുന്നു, ടൂൾ ടു മെഷർ എഫിഷ്യൻസി എന്നുള്ളതും ആണ് അഡ്വാൻറ്റേജ്. പിന്നെ അടുത്ത ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക് ആണ്. ഓഡിറ്റ് നോട്ട്ബുക്കിന് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്? It may create a misunderstanding between client staff and the audit staff. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ക്ലയന്റ് സ്റ്റാഫ് ഓഡിറ്റ് സ്റ്റാഫും തമ്മിൽ, ഓഡിറ്റ് സ്റ്റാഫും ക്ലയന്റ് സ്റ്റാഫും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണമാകും ഇത്. തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ക്ലയന്റ് സ്റ്റാഫും ഓഡിറ്റ് സ്റ്റാഫും തമ്മിൽ. Then if the audit notebook is not properly maintained, it can be used as an evidence against auditor for the negligence. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്ററി എവിഡൻസ് ആണെന്നൊക്കെ, പക്ഷെ ഈ എവിഡൻസ് ആകുന്നത് അഗെയിൻസ്റ്റ് ഓഡിറ്റർ ഫോർ നെഗ്ലിജൻസ് കൂടി ആവാൻ സാധ്യതയുണ്ട്. ഓഡിറ്റ് നോട്ട്ബുക്ക് ഒരു പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് എവിഡൻസ് അഗെയിൻസ്റ്റ് ദി ഓഡിറ്റർ ഫോർ നെഗ്ലിജൻസിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ്. Then it develops fault finding attitude in the minds of audit staff. Audit staff in the mind fault finding attitude എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പറഞ്ഞു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും. then ഓഡിറ്റ് നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു എവിഡൻസ് അഗെയിൻസ്റ്റ് നെഗ്ലിജൻസ് ഉള്ള എവിഡൻസ് ആയി മാറും. then develop fault finding attitude in the minds of audit staff. then audit documentation ഉണ്ടെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പർപ്പസ്. എന്താണ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ് ഓൾ ഡോക്യുമെന്റ്സ് റിലേറ്റിംഗ് എ ക്ലയന്റ് ആൻഡ് ഓഡിറ്റ് according to their importance of materiality. Auditor should collect and preserve all documents relating to client and audit according to their importance or materiality. Auditor എന്ത് ചെയ്യണം, എല്ലാം കളക്ട് ചെയ്യണം. should collect and preserve all documents relating to Auditor should collect and preserve all documents relating to client and audit according to their importance of materiality. ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടതുണ്ട്, എല്ലാ ഡോക്യുമെന്റ് കളക്ട് ചെയ്യേണ്ടതുണ്ട് ക്ലയന്റുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഓഡിറ്റ് ചെയ്യണം അക്കോർഡിംഗ് ടു their importance of material. These statements include statements, notes, copy of minutes, detailed documents, reply to letters and other valuable information pertaining to accounts and auditing. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട്സ്, കോപ്പി ഓഫ് മിനിറ്റ്സ്, ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്സ്, റിപ്ലൈ ടു ലെറ്റേഴ്സ് and other valuable information pertaining to detailed documents, statements, notes, minutes, other valuable information pertains to accounts. ഇതൊക്കെയാണ് എന്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്താണ്? ഡോക്യുമെന്റ്സ് ആർ പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്റർ പ്രോപ്പർട്ടിയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ ആണ്. Auditor should document matters which are important in providing evidence that the audit was carried out in accordance with the basic principles. The auditor എന്ത് ചെയ്തു, ഡോക്യുമെന്റ് മാറ്റേഴ്സ് ആണ് എന്ത്
which is important in providing evidence that audit was carried out accordance with basic principles. Audit according to the basic principles അനുസരിച്ചാണോ നടത്തിയത് എന്ന് ഉറപ്പാക്കുന്ന ഒരു ഡോക്യുമെന്റ്സ് ആണ് എന്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Auditor should refer and them later on during the course of his audit. Auditor എന്ത് ചെയ്യണോ അത് should refer them later on during the course of his audit. Auditor അത് റെഫർ ചെയ്തിട്ടാണ് ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യേണ്ടത്. These files are called audit working papers. These files are documentary evidence to defend him against charges of negligence. ഈ files are documentary evidence to defend him against the charges of negligence. Then ഇതിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നതിൽ ട്രയൽ ബാലൻസ്, schedule of debtors and creditors, depreciation statement, correspondence between auditor and debtors, auditor and creditors, schedule of investment, confirmation by bank regarding bank balance of the client, bank reconciliation statement മുതലായവയൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്.